സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറഞ്ഞു കേൾക്കുന്നത് തന്നെ പലർക്കും പുച്ഛമാകുന്നു. എന്നാൽ അത് ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കുവാൻ ആരംഭിക്കുന്നു എന്ന് പലരും മറന്നുപോകുന്നു. ഞാൻ വിവരിക്കാം. ക്രിസ്തീയ സഭ നൂറ്റാണ്ടുകളിലൂടെ അനുവർത്തിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാകുന്നു ഈ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയിൽ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ 7 മൊഴികൾ ധ്യാനിക്കുക എന്നുള്ളത്. അനുഗ്രഹീതമായ അനേകം ധ്യാന ചിന്തകൾ അടങ്ങിയിരിക്കുന്ന പ്രസ്തുത മൊഴികൾ ക്രിസ്തു തൻ്റെ വേദനയുടെ സമയത്ത് സ്വതവേ പറഞ്ഞതാണോ അതോ വേദനയിലും അവൻ ദൈവവചനം ധ്യാനിക്കുകയായിരുന്നുവോ എന്ന് ഒരു വലിയ ചോദ്യമാണ്. തിരുവചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യം എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മൊഴികൾ വേദനയിലൂടെ പോകുമ്പോൾ അവൻ അറിയാതെ പുലമ്പിയ വാക്കുകളായിരുന്നില്ല, പിന്നെയോ അവൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയായിരുന്നു എന്നത്രേ. പ്രത്യേകിച്ചും 22-ാം സങ്കീർത്തനം. ആദ്യത്തെ മൊഴിയായ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാടായി ക്രിസ്തു മാറിയപ്പോൾ അവൻ ദൈവത്താൽ കൈവിടപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ശാരീരികമായ വേദനയേക്കാൾ തീവ്രമായ വേദനയിലൂടെ ക്രിസ്തു കടന്നുപോയപ്പോൾ അവൻ ഇങ്ങനെ നിലവിളിച്ചു പോയി: യാതൊരു മനുഷ്യനും ദൈവത്താൽ കൈവിടപ്പെടുന്നില്ല എന്നോർക്കണം. എന്നാൽ ദൈവം ആരെയെങ്കിലും കൈവിടുന്നത് അവനെ പാപമാക്കുമ്പോൾ മാത്രമാകുന്നു. ഇവിടെ ഇതാ ക്രിസ്തു, അവൻ പാപമായി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് സംഭവിച്ചത്. ദൈവം തൻ്റെ പുത്രനെ പാപമാക്കി. ദൈവം അവനെ കൈവിട്ടു. ആ തീവ്ര വേദനയിലൂടെ കടന്നു പോകുവാൻ യേശുവിനെ ദൈവം കൈവിട്ടു എന്ന് ചുരുക്കം. യേശുവിൻ്റെ ക്രൂശിലെ വ്യഥ, അവൻ കടന്നുപോയ പങ്കപ്പാടുകൾ അഥവാ കഷ്ടപ്പാടുകളെ വെറും ശാരീരിക വേദനയായി പെരുപ്പിച്ച് കാണിച്ച് മനുഷ്യരിൽ നിന്നും ഒരു സഹതാപവും അനുകമ്പയും ഒക്കെ നേടിയെടുക്കുവാനുള്ള ഒരുപാട് ശ്രമം പല സഭകളിലും കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു സഹതാപം കാണിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട് താനും. എന്നാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം ഈ കാര്യത്തിൽ ക്രിസ്തുവിനോട് സഹതപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നത്രേ. അതിൻ്റെ ആവശ്യമില്ല. കാരണം കർത്താവ് തന്നെ അത് വിളിച്ചു പറഞ്ഞത് ഓർക്കുന്നില്ലേ? ക്രൂശും വഹിച്ചുകൊണ്ട് ആ കാൽവരി മല കയറുന്ന യേശുവിൻ്റെ പുറകെ കരഞ്ഞുകൊണ്ടുവന്ന സ്ത്രീകളോടായി കർത്താവ് പറഞ്ഞു: യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. കർത്താവായ യേശുക്രിസ്തു ആവശ്യപ്പെടുന്നത് ആരുടെയും സഹതാപമല്ല, പിന്നെയോ നമ്മുടെ സമർപ്പണമാകുന്നു. എന്തിനു വേണ്ടി അവിടുന്ന് മരിച്ചുവോ അത് മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കുന്നതാണ് ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ശാരീരികമായ വേദനകൾ ഭയാനകമായിരുന്നു എന്ന് കാണിച്ച് മനുഷ്യരെ അതിലേക്ക് ആകർഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. അതിനേക്കാൾ ഭയങ്കരമായിരുന്നു ദൈവത്താൽ കൈവിടപ്പെട്ട അവസ്ഥ. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുമ്പോൾ പലരും പുച്ഛിച്ച് തള്ളി കളയാറുണ്ടല്ലോ. അതൊന്നും സത്യത്തിന് നിരക്കുന്ന വിവരണങ്ങളല്ല എന്നാണ് അവരുടെ വാദം. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലും പുഴു അരിക്കുന്ന സ്ഥലത്തും ശാരീരികമായി പോകുവാൻ നിങ്ങൾ അറയ്ക്കുന്നു എങ്കിൽ മറക്കരുത്, ദൈവത്താൽ കൈവിടപ്പെട്ട അവസ്ഥ അതിനേക്കാൾ ഒക്കെ ഭയാനകമാകുന്നു. നരകത്തിലെ ചൂടിൻ്റെ, പുഴു അരിക്കുന്ന അവസ്ഥയുടെ ഭയാനകത്വത്തെക്കാൾ ഭയങ്കരമാണ് ദൈവം കൈവിട്ട അവസ്ഥയിൽ ജീവിക്കുക എന്നാൽ. ഇന്ന് പല വ്യക്തികളും കുടുംബങ്ങളും കടന്നു പോകുന്ന അവസ്ഥ അത് തന്നെയെന്ന് ഞാൻ പറയട്ടെ. ദൈവം കൈവിട്ട അവസ്ഥ. സങ്കീർത്തനങ്ങൾ 22-ന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ നാം ചിന്തിച്ചിരുന്നല്ലോ. ഇന്ന് 7 മുതൽ ആ സങ്കീർത്തനത്തിൻ്റെ ഒടുവിൽ വരെയുള്ള ഭാഗം നാം ചിന്തിക്കുവാൻ പോകുകയാണ്. കർത്താവിൻ്റെ ക്രൂശിലെ
7 മൊഴികൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എടുത്താട്ടെ. 22-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം. ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം വരെ നാം ചിന്തിച്ചല്ലോ. ഇന്ന് 7 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. അതിൽ 6 മൊഴികൾ നാം കാണുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന മൊഴികളല്ലിത്, ഇതിനകത്തുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നപ്പോൾ 22-ാം സങ്കീർത്തനം മുഴുവൻ അവൻ ഉച്ചരിച്ച് കാണും. ആ ക്രൂശിൽ കിടക്കുന്നവനെ ഒന്ന് നോക്കിക്കേ. അവൻ്റെ ക്രൂശിൻ്റെ കീഴിൽ ചുറ്റുപാട് നിൽക്കുന്ന നിർദ്ദയരായ ജനസമൂഹം അവൻ്റെ കഷ്ടതയ്ക്കും വേദനയ്ക്കും ആക്കം കൂട്ടുകയാണ് ചെയ്തത്. അവൻ കാണുന്നത് പോലെ ആ രംഗം കാണുവാനൊന്ന് ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നാം ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ പരിപാടി ഈ പ്രാവശ്യം ഒന്ന് വിട്ടിട്ട് അവനോട് കൂടെ ആ ക്രൂശിലൊന്നാകാം. അവൻ്റെ കണ്ണുകളിലൂടെ താങ്കളൊന്ന് നോക്കൂ അവിടെ നിൽക്കുന്ന മനുഷ്യരെ. 7-8 വാക്യങ്ങൾ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. സാധാരണഗതിക്ക് കുറ്റവാളികളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ അവരെ കാണുവാൻ ജനസമൂഹം കൂടി വരും. എന്നാൽ കുറ്റവാളികളെ കൊല ചെയ്യുന്നത് കാണുവാൻ നിൽക്കാതെ അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ആ മരണപ്പിടച്ചിൽ കണ്ട് കോപം തണുക്കും, വികാരമടങ്ങും. എന്നാൽ ഈ ജനം അങ്ങനെ ആയിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് പരീശന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ അവിടെ ഇരുന്ന് അവനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ആരാണെന്നറിയാമോ? അന്നത്തെ സമൂഹത്തിലെ പരിശുദ്ധന്മാർ. ഏറ്റവും നല്ല പൂർണ്ണതയുള്ളൊരു ജീവിതം നയിക്കുന്നു എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തതായ, അഭിനയിക്കുകയെങ്കിലും ചെയ്തതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. അവർ ആ മനുഷ്യൻ്റെ, അതേ ക്രൂശിൽ കിടക്കുന്ന ആ നിർദോഷിയുടെ വേദന കണ്ടപ്പോൾ പരിഹസിച്ച് ചിരിക്കുകയാണ്. ഏറ്റവും വലിയ അധപ്പതനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അവർ അവിടെ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ മരണത്തിൽ അവനെ പരിഹസിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ. കർത്താവ് അങ്ങനെ അപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ജനം ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്യുമായിരുന്നു. അവൻ അവരുടെ പാപത്തിന് വേണ്ടി ക്ഷമ ചോദിച്ചു. ക്രൂശീകരണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശതാധിപൻ രക്ഷിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നുവല്ലോ. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അനേകം പരീശന്മാർ, തർസോസിലെ ശൗലും, അവരൊക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് നാം കാണുന്നുണ്ട്. ഇവിടെ ക്ഷമയുടെ നിലവിളിയാണ് നാം കാണുന്നത്. ഇനിയും വേറൊരു കാര്യം, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്ന മൊഴി. ഇപ്പോൾ അവൻ പുരുഷാരത്തെ നോക്കുമ്പോൾ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കണ്ണുകൾ മാത്രമല്ല, സ്നേഹത്തിൻ്റെ കണ്ണുകളും അവൻ അതിനിടയിൽ കാണുന്നുണ്ട്. യേശു യോഹന്നാനോടുകൂടെ നിൽക്കുന്ന തൻ്റെ അമ്മ മറിയയെ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടു എന്നത്രേ. യേശു തൻ്റെ അമ്മയെ നോക്കിയപ്പോൾ ഹൃദയത്തിൽ കൂടി കടന്നുപോയ ചിന്ത എന്തായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ? അവൻ ബേത്ലഹേമിലെ തൻ്റെ ആ ജനനത്തെ ഓർത്തുകൊണ്ട് പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു. 9-10 വാക്യങ്ങൾ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. കാനാവിലെ കല്യാണ വിരുന്നിൽ വെച്ച് താൻ മശിഹ ആകുന്നു എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ചെയ്യുവാൻ അവൾ യേശുവിനോട് അപേക്ഷിച്ചു. മറിയ തന്നെ തന്നെ അവൻ ഈ കല്യാണ വിരുന്നിൽ വെളിപ്പെടുത്തണമെന്ന് അവൾ താല്പര്യം പ്രകടിപ്പിച്ചു. ആ സമയം അവളോടുള്ള യേശുവിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞു. അവൻ്റെ നാഴിക വന്നിരിക്കുന്നു. താൻ ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ലോകചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിരുന്നു അത്. കഷ്ടതയിലും തൻ്റെ ഉത്തരവാദിത്വത്തെ മറക്കാത്ത യേശു. അനന്തരം
അവൻ്റെ ശ്രദ്ധ തന്നെ ക്രൂശിക്കുന്നവരിലേക്ക് തിരിയുന്നു. 12-ാം വാക്യം, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. തന്നെ ക്രൂശിക്കുന്ന ഈ പടയാളികളെക്കുറിച്ച് കർത്താവ് ബാശാനിലെ കൂറ്റൻ കാളകളെപ്പോലെയാണ് അവർ എന്ന് പറയുന്നു. അതുകൊണ്ട് അവൻ നിർത്തിയില്ല. വന്യമൃഗങ്ങൾ അവനെ വിഴുങ്ങുവാൻ ശ്രമിക്കുകയാണെന്നും അവൻ പറഞ്ഞു. 13-ാം വാക്യം, ബഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. റോമിനെക്കുറിച്ചാണ് ഇപ്പോൾ യേശു പറയുന്നത്. റോമാണ് അവനെ ക്രൂശിച്ചത്. അവൻ അവരെ അലറുന്ന സിംഹത്തോട് ഉപമിച്ചിരിക്കുന്നു. കാരണം റോമിൻ്റെ ചിഹ്നം സിംഹമായിരുന്നു. തുടർന്ന് അവൻ്റെ അവസ്ഥ ശ്രദ്ധിക്കുക. 14-ാം വാക്യം, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ക്രൂശീകരണം അറിയപ്പെടാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃത്യമായ വിവരണങ്ങൾ വളരെ ശ്രദ്ധേയമത്രേ. ഇതെഴുതുമ്പോൾ റോമൻ സാമ്രാജ്യം തന്നെ നിലവിൽ വന്നിരുന്നില്ല എന്ന് നമുക്കറിയാം. റോമൻ ഭരണകൂടമാണ് കുറ്റവാളികളെ ക്രൂശിൽ തറച്ച് കൊല്ലുന്ന ശിക്ഷ നടപ്പിൽ വരുത്തിയത്. എന്നാൽ ഇവിടെ ഇതാ ക്രൂശിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരിയായ ചിത്രം നമുക്ക് ലഭിക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. ആ സൂര്യൻ്റെ ചൂടിൽ മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന അധികമായ വിയർപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. ക്രൂശീകരണത്തിൻ്റെ ഏറ്റവും ഭയാനകമായ കാര്യം എന്തെന്നാൽ ഒരു മനുഷ്യന് അവൻ്റെ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ഭയാനകമാണ്. അത് നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ശക്തി അവനിൽ നിന്ന് പോയി പോകുന്നു. അവൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടു പോകുന്നു എന്നതാണ് ക്രൂശീകരണ സമയത്ത് സംഭവിക്കുന്നത്. അത് വളരെ വേദനാജനകമായ കാര്യമാണ്. വളരെയധികം കഷ്ടത അനുഭവിക്കേണ്ട അവസരമാകുന്നു അത്. തുടർന്ന് വളരെ വിചിത്രമായ ഒരു കാര്യം അവൻ പറയുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എന്ന്. ഹൃദയം പൊട്ടിയാണ് അവൻ മരിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടുവെന്ന്. ഇത് വായിച്ചിട്ട് വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് യേശുവിൻ്റെ ഹൃദയം മുറിഞ്ഞിരിക്കാനിടയുണ്ട് എന്നാണ്. യോഹന്നാൻ അത് ശ്രദ്ധിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹൃദയം പൊട്ടിയാണ് യേശു മരിച്ചത്. അവൻ്റെ മരണം ഭയാനകമായിരുന്നില്ലേ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നാലാമത്തെ കാര്യം നാം കാണുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതാണ്. യേശു ക്രൂശിൽ തൂങ്ങി മരിക്കുവാൻ അവിടെ കിടക്കുമ്പോൾ അധികമായ രീതിയിൽ അവനിൽ നിന്ന് വിയർപ്പൊഴുകിക്കൊണ്ടിരുന്നു. ആ സമയം യേശുവിന് ദാഹിച്ചതായി പറഞ്ഞിരിക്കുന്നു. 15-ാം വാക്യം ഞാൻ വായിക്കട്ടെ. 22-ാം സങ്കീർത്തനം 15-ാം വാക്യം, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമരിക്കുന്നു. ഇവിടെ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് അവർ എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയുന്നത് കേട്ടു. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഇതിപ്പോൾ ക്രൂശീകരണമാകുന്നു എന്ന കാര്യത്തിന് സംശയമില്ലല്ലോ. നായ്ക്കൾ എന്ന് ഇവിടെ ജാതികളെയാണ് വിളിച്ചിരിക്കുന്നത്. കൈകളും കാലുകളും തുളച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രൂശീകരണത്തിൻ്റെ ഒരു കൃത്യമായ വിവരണമാണ് നമുക്ക് നൽകുന്നത്. 17-ഉം 18-ഉം വാക്യങ്ങൾ നോക്കിക്കേ. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. യേശുവിൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ടാണ് അവർ അവനെ ക്രൂശിച്ചത്. യേശു എത്രയധികം നിന്ദിതനായിട്ടാണ് ക്രൂശിൽ മരണം സഹിച്ചത് എന്നോർത്ത് നോക്കുക. അവർ അവൻ്റെ വസ്ത്രത്തിനു വേണ്ടി ചീട്ടിട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു ഇതൊക്കെ സഹിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്.
താങ്കൾക്ക് വേണ്ടിയിട്ടാണ്. താങ്കളെ ക്രിസ്തുവിൻ്റെ വസ്ത്രം, അതെ, ആ നീതി ധരിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ നഗ്നനായി ക്രൂശിൽ മരിച്ചത്. ഇനിയും 5-ാം വാക്യം, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് 5-ാമത്തെ മൊഴി. 19ഉം 20ഉം വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാൻ പോകുന്നത്. 19ഉം 20ഉം. നീയെ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണനെയും നായയുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. യേശു പറയുന്ന, പിതാവേ, നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു തരുന്നു എന്നാണ്. 21ഉം 22ഉം വാക്യങ്ങൾ നോക്കിയാട്ടെ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. വളരെയധികം ക്രൂരമായ ഒരു മൃഗമാണ് ഈ കാട്ടുപോത്ത്. 22-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് നാം അവിടെ കാണുന്നത്. ഇതുവരെയും ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വിവരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അതിന് തുടർന്നുണ്ടാകുന്ന മഹത്വത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. 22-ാം വാക്യത്തിൽ ഈ സങ്കീർത്തനം മുഴുവനായി യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. യേശു പരാജിതനായി മരിക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് തൻ്റെ അവസാന സമയത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതാകുന്നു എന്ന്. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കുമെന്ന്. സന്നിധി സംഘത്തിൻ്റെ മധ്യത്തിൽ പരീശന്മാരുടെയും സദൂക്യരുടെയും ഇടയിൽ നിന്നുകൊണ്ട് പത്രോസ് ഇപ്രകാരം അവരോട് പറയുന്നതായി നാം കാണുന്നുണ്ട്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന്. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. എത്ര മനോഹരമായ ഒരു സാക്ഷ്യമില്ലേ? ഇനിയും 6-ാമത്തെ ആ മൊഴി നോക്കാം. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്നുള്ളതാണ് ആ മൊഴി. 25ഉം 26ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുക ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ക്രിസ്തു പറയുന്നു, ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും എന്ന്. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ സ്തോത്രം പറയുവാനുണ്ടായിരിക്കും. ആ കള്ളനെയും യേശു അന്ന് തന്നെ അവിടേക്ക് തന്നോടൊപ്പം കൊണ്ടുപോയി. റോമൻ സാമ്രാജ്യത്തിൻ്റെ നിലവാരം അനുസരിച്ചായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ യാതൊരു അവകാശവുമില്ലായിരുന്നു. അവൻ ഇവിടെ ഭൂമിയിൽ ജീവിപ്പാൻ അവർ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ അവൻ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ ജീവിക്കുവാൻ ശ്രമിച്ചാൽ വീണ്ടും ആ ക്രൂശിന്മേൽ കയറ്റി അവനെ കൊന്നേനെ. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ആ ക്രൂശിലെ മരണത്താൽ അവനെ സ്വർഗത്തിന് യോഗ്യനാക്കി തീർത്തു. എത്ര മനോഹരമില്ലേ? അതെ, നമ്മുടെ കർത്താവ് നമ്മെ നാമായിരിക്കുന്നത് പോലെ അറിയുന്നവനാണ്. ഇനിയും ഒടുവിലത്തെ മൊഴി സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞതായിട്ടുള്ള ഒടുവിലത്തെ മൊഴി അതാണ്. 31-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. എനിക്ക് തോന്നുന്നു 27 മുതൽ ഞാൻ വായിക്കണമെന്ന്. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുൻപാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോടെ യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ജനിപ്പാനുള്ള തലമുറയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നു. അവർ അവൻ്റെ നീതിയെ വർണ്ണിക്കും. നമ്മുടെ നീതിയല്ല, കർത്താവിൻ്റെ നീതി. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ മാത്രമാകുന്നു എന്ന് ദൈവം പറയുന്നു. എങ്ങനെയാണ് അവർ അവൻ്റെ നീതിയെ വർണ്ണിക്കുന്നത്? അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന്. നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ വീണ്ടെടുപ്പിന് ആവശ്യമായതെല്ലാം
യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ നിവർത്തിച്ചു. അതിനോടുകൂടി നമ്മുടെ യാതൊരു പ്രയത്നവും കൂട്ടേണ്ട ആവശ്യമില്ല. യേശു ക്രൂസിൽ മരിച്ചപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് തൃപ്തിയായ രീതിയിൽ അവൻ നീതി നിവർത്തിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഈ ദാനത്തെ, അതായത് യേശുക്രിസ്തുവിൽ കൂടി നിത്യജീവനെ സ്വീകരിക്കുക എന്ന് മാത്രമേ അവൻ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ. താങ്കൾ അതിനെ തള്ളിക്കളയുന്നുവെങ്കിൽ ദൈവം തൻ്റെ പുത്രനോട് വർത്തിച്ചതുപോലെ വർത്തിക്കേണ്ടതായി വരും എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. യേശു ഇങ്ങനെ നിലവിളിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന്. ദൈവം കൈവിടുന്ന മനുഷ്യൻ്റെ അവസ്ഥ നരകമായിരിക്കും എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വിധത്തിൽ ഞാനും നിങ്ങൾ ഒരിക്കലും നിലവിളിക്കാതിരിക്കാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നത്. നമുക്ക് വേണ്ടി അവൻ ക്രൂശിന്മേൽ മരിച്ചത്. യേശു നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയത് എന്താണെന്ന് 22-ാം സങ്കീർത്തനം വെളിപ്പെടുത്തുന്നു. യേശു ഈ കൈമാറ്റം വളരെ വിജയകരമായി നിർവഹിച്ചു. അവൻ നമുക്ക് പൂർണ്ണമായി നിവർത്തിച്ച വീണ്ടെടുപ്പാണ് വാഗ്ദത്തം ചെയ്യുന്നത്. സകലവും നിവൃത്തിയായി എന്നവൻ ഒടുവിലായി പറഞ്ഞു. നാം ഒരിക്കലും അതിന് യോഗ്യരായിരിക്കുകയില്ല. അത് നമുക്ക് സമ്പാദിപ്പാൻ കഴിയുകയില്ല. വില കൊടുത്ത് ഈ വീണ്ടെടുപ്പ് നമുക്ക് വാങ്ങുവാൻ കഴിയുകയില്ല. ഒരു ദാനമായി നാം അതിനെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്തു തീർത്തു. നിവൃത്തിയായി. അവൻ ഇനിയും നിവൃത്തിയാക്കുവാൻ യാതൊന്നുമില്ല. എല്ലാം അവൻ നിർവഹിച്ചു കഴിഞ്ഞു. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം കർത്താവ് ക്രൂശിൽ നിർവഹിച്ചു. എന്നാൽ അവനെ സ്വീകരിച്ച് ആ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടുന്ന് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ചു. ഇന്ന് നമുക്ക് രക്ഷ സൗജന്യമായി പ്രാപിക്കുവാൻ സാധിക്കും വിശ്വാസത്താൽ. കൃപയാലുള്ള രക്ഷ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും സ്തോത്രം. ഞങ്ങൾ കർത്താവെ, അവിടുത്തെ മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ചെയ്ത ത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിലായിരിക്കാൻ തക്കവണ്ണം ഓരോരുത്തർക്കും നീ സഹായിക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.